ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് വളരെ എളുപ്പത്തിൽ രാവിലെ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് പറ്റിയ ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ തലേ ദിവസം നമ്മൾ വെള്ളത്തിൽ അരിയൊക്കെ ഇടാൻ മറന്നുപോയി. അപ്പോൾ പെട്ടെന്ന് എന്താ ഉണ്ടാക്കുക എന്നിങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു അപ്പത്തിൻ്റെ റെസിപ്പി കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന മാവുണ്ടല്ലോ, ആ മാവാണ്. അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു എന്താ പറയുക, പകുതി അര കപ്പ് തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പഞ്ചസാര വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യാം, അതിൻ്റെ ആവശ്യമില്ല. ഇല്ലയെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊരു മധുരം ഉള്ളപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒന്ന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. ഒരുപാട് നേരം അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് മാവെല്ലാം കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ അത് ഈ ഒരു പരുവത്തിൽ അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ദോശത്തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ഈ ഒരു അപ്പം എന്ന് പറയാം കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് പറയാം. പ്രത്യേകിച്ച് പേരൊന്നും ഞാൻ ഇതിൽ ഇട്ടിട്ടില്ല. അപ്പോൾ ഞാനിതിങ്ങനെ ഒരു ദിവസം ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്കിത് കൊള്ളാമെന്ന് തോന്നി. ഒരുപാട് പ്രാവശ്യം ഞാൻ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ദോശത്തവയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതുപോലെ ദോശയൊക്കെ കോരി ഒഴിക്കും പോലെ തന്നെ ഒഴിച്ചൊന്ന് ചുറ്റിച്ചെടുത്ത് ഒരു വശം വേകുമ്പോൾ വീണ്ടും തിരിച്ചിട്ട് നമുക്ക് 2 വശവും വേവിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിലായി കിട്ടും കേട്ടോ. നമുക്കൊരു 10 മിനിറ്റ് പോലും വേണ്ട ഈ ഒരു സംഭവം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് നമുക്ക് ഏത് കറിയുടെ കൂടെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ചിക്കനും ഇറച്ചിക്കറി ഏതായാലും, പിന്നെ എന്താ പറയുക, ഉരുളക്കിഴങ്ങ് കറി, മുട്ടക്കറി ഏതിൻ്റെ കൂടെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇല്ല, വെറുതെ കഴിക്കാനാണെങ്കിലും അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ ചെറുതായിട്ട് ഇതിലൊരു പഞ്ചസാര ഇടുമ്പോഴത്തേക്ക് അതിലൊരു ചെറിയ മധുരവും കൂടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു ടേസ്റ്റ്. പിന്നെ തേങ്ങ നമ്മൾ ഒരുപാട് അങ്ങ് അടിച്ചെടുക്കുന്നില്ല. അപ്പോൾ ചെറുതായിട്ട് അതിൻ്റെ തേങ്ങയും ജീരകവും ഒക്കെ ഒന്ന് കടിക്കാൻ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇനി ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും എന്താ പറയുക, ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി ചിക്കൻ്റെ കൂടെയൊക്കെ കഴിച്ചിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ ഞാനിപ്പോൾ പിന്നെ അത് മാത്രമല്ല, 1 കപ്പ് മാവിൽ നമുക്കൊരു 10-12 ഇതുപോലെ ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഇതെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഉപകാരപ്രദമായിട്ട് തോന്നുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്യാനും, പിന്നെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഓക്കെ.